Hello students, here we are going to discuss an important topic from third module, homogeneous coordinate system. It's a university question, homogeneous coordinate system. Okay, homogeneous coordinate system means we are representing each coordinate position, that is xy, as a homogeneous coordinate xh, yh, h, which allows as to represent all geometric transformation equations as matrix multiplication. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ഫസ്റ്റ് ഒരു ട്രാൻസ്ലേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റിലെ ഓരോ വേർട്ടിസസിലോട്ട് നമുക്ക് ആ ട്രാൻസ്ലേഷൻ്റെ ഇക്വേഷൻസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ വേർട്ടിസസിനെയും അതുപോലെ ട്രാൻസ്ലേഷൻ മെട്രിക്സും യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ സപ്പോസ് ചെയ്യാം ഒരു ഒബ്ജക്റ്റിൽ ഫസ്റ്റ് ദിസ് ഈസ് എൻ ഒബ്ജക്റ്റ് ഫസ്റ്റ് നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ദെൻ നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ദെൻ നമ്മളതിനെ സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിത് പഠിച്ചതിന് ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ലേഷൻ്റെ മെട്രിക്സ് അപ്ലൈ ചെയ്യും, ദാറ്റ് ഇസ് സിംഗിൾ കോളം മെട്രിക്സ്. ദെൻ റൊട്ടേഷൻ മെട്രിക്സ് അപ്ലൈ ചെയ്യും ആ ഒബ്ജക്റ്റിലോട്ട്, ദാറ്റ് ഈസ് എ 2 dimensional മെട്രിക്സ്. ദെൻ ലാസ്റ്റ് ആ ഒബ്ജക്റ്റിനെ നമ്മൾ സ്കെയിൽ ചെയ്യും യൂസിങ് ദി സ്കെയിലിംഗ് മെട്രിക്സ്, ദാറ്റ് ഈസ് ഓൾസോ എ 2 dimensional മെട്രിക്സ്. അപ്പോൾ നമ്മളിത് 3 സ്റ്റെപ്സായിട്ട് ചെയ്യുമ്പോൾ അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, അപ്പോൾ ആ ടൈം കൺസ്യൂമിങ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കാൽക്കുലേഷൻസ് കുറയ്ക്കുന്നതിന് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ്, ഒരു എഫിഷ്യൻ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മൾ എന്തൊക്കെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ആണോ നമ്മളൊരു ഒബ്ജക്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നത്, വി ഹാവ് ടു കമ്പൈൻ ഓൾ ദ ട്രാൻസ്ഫോർമേഷൻസ് ടുഗദർ. നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻസിനെ എല്ലാം കമ്പൈൻ ചെയ്യുക. ട്രാൻസ്ഫോർമേഷൻസിനെ കമ്പൈൻ ചെയ്യുക മീൻസ് ആ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സിനെ എല്ലാം നമ്മൾ കമ്പൈൻ ചെയ്യുക. ദെൻ വി ഗെറ്റ് എ റിസൾട്ടൻ മെട്രിക്സ്, ദാറ്റ് ഈസ് നമുക്ക് ഫസ്റ്റ് ട്രാൻസ്ലേഷൻ, ദെൻ റൊട്ടേഷൻ, ദെൻ സ്കെയിലിംഗ് ആണെങ്കിൽ അതിൻ്റെ മൂന്നിൻ്റെയും മെട്രിക്സിനെ നമ്മൾ കമ്പൈൻ ചെയ്യുക. ആൻഡ് വി ഗോട്ട് എ റിസൾട്ടൻ മെട്രിക്സ്. ആ റിസൾട്ടൻ മെട്രിക്സ് വേണം നമ്മുടെ ഒബ്ജക്റ്റിനകത്തോട്ട് അപ്ലൈ ചെയ്യാൻ, ഒബ്ജക്റ്റിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് മെട്രിക്സിലോട്ട് അപ്ലൈ ചെയ്യാൻ. Okay, once more, if we have to perform a sequence of transformations on a single object, instead of performing the operations or transformations one by one, we have to combine all the transformations matrix into a single resultant matrix, and that resultant matrix can be applied to the single object, so we can reduce the intermediate calculations. Okay, അപ്പം നമുക്ക് എല്ലാ കോമ്പിനേഷൻസ്, എല്ലാ ട്രാൻസ്ഫോർമേഷൻ്റെയും കൂടെ കമ്പൈൻ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഈ എല്ലാ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സും കമ്പൈൻ ചെയ്യണമെങ്കിൽ ദ മെയിൻ തിങ് ഈസ് എല്ലാ മെട്രിക്സും യൂണിഫോം ആയിരിക്കണം, അല്ലെങ്കിൽ സെയിം ഫോമാറ്റിലായിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഒരു സിംഗിൾ കോളം മെട്രിക്സ് ആണ്, ദെൻ റൊട്ടേഷൻ ആൻഡ് സ്കെയിലിംഗ് മെട്രിക്സ് 2 dimensional മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ മൾട്ടിപ്പിൾ ട്രാൻസ്ഫോർമേഷൻസിനെ കമ്പൈൻ ചെയ്യണമെങ്കിൽ അതെല്ലാം സെയിം ഫോമാറ്റിലായിരിക്കണം. ഫോർ ദാറ്റ് വി ആർ റെപ്രസെൻറ്റിങ് ഓൾ ദ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എസ് എ 3 dimensional മെട്രിക്സ്, 3x3 മെട്രിക്സ് ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ അതിനെ കമ്പയർ ചെയ്യാൻ മീൻസ് വി ഹാവ് ടു ടേക്ക് ദ മെട്രിക്സ് പ്രോഡക്റ്റ് ഓഫ് ഓൾ ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷനെ കമ്പൈൻ ചെയ്യണമെങ്കിൽ ദ മെയിൻ തിങ് അതിനെ നമ്മൾ 3x3 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ട്രാൻസ്ലേഷൻ ആയാലും റൊട്ടേഷൻ ആയാലും സ്കെയിലിംഗ് ആയാലും എല്ലാത്തിനും നമ്മൾ 3x3 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. നമ്മൾ റിഫ്ലക്ഷൻ മെട്രിക്സും ഷെയറിംഗ് മെട്രിക്സും ഒക്കെ പഠിച്ചതുപോലെ അതെല്ലാം 3 dimensional മെട്രിക്സ് ആണ്, 3x3 മെട്രിക്സ് ആണ്. ദെൻ ആ റിസൾട്ടൻ മെട്രിക്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സീക്വൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടെങ്കിൽ റിസൾട്ടൻ മെട്രിക്സ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ എല്ലാം ഈ മെട്രിക്സിൻ്റെ എല്ലാം പ്രോഡക്റ്റ് എടുത്തിട്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇനിഷ്യൽ ഒബ്ജക്റ്റിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെട്രിക്സിനെ എല്ലാം നമ്മൾ 3x3 മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതിനെ കമ്പൈൻ ചെയ്യുക മീൻസ് അതിൻ്റെ പ്രോഡക്റ്റാണ് എടുക്കുന്നത്, ദാറ്റ് മീൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഈ മെട്രിക്സ് ഫോമിനെയല്ല നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഫോം എന്നാണ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സ്, ദാറ്റ് ഈസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഫോം.
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിനെല്ലാം 3x3 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിനെ നമ്മൾ അതുപോലെ ഒരു 3 ഡയമെൻഷണൽ മെട്രിക്സ് ആയിട്ട് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. അതായത് നമ്മുടെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 വാല്യൂസ് മാത്രമാണ് എക്സ് വൈ, അതിനെ നമ്മൾ 3 വാല്യൂസിലോട്ട് മാറ്റണം. ദാറ്റ് ഈസ് എക്സ് എച്ച്, വൈ എച്ച് ആൻഡ് എച്ച്. സോ ഈ ഒരു റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഹോമോജീനിയസ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ homogeneous coordinate system means we are expressing xy as xh, yh and h, which allows us to represent all geometric equations as matrix multiplication. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ്സിനെയും കൂടി ഇതുപോലെ ഒരു 3 വാല്യൂസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിനെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ, അതായത് 3x3 മെട്രിക്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇനിയും പറയുന്നത്. ഇനിഷ്യലി നമുക്കറിയാം നമ്മുടെ ബേസിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പി ഡാഷ് ഈക്വൽ ടു പി പ്ലസ് ടി, ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ പി ഡാഷ് ഈക്വൽ ടു ആർ ഡോട്ട് പി, അതായത് റൊട്ടേഷൻ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ പി ഡാഷ് ഈക്വൽ ടു എസ് ഡോട്ട് പി, സ്കെയിലിംഗ് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇതിനെ മൂന്നിനെയും കൂടെ ജനറലൈസ് ചെയ്ത് എഴുതുന്നതാണ് പി ഡാഷ് ഈക്വൽസ് എം വൺ ഡോട്ട് പി പ്ലസ് എം ടു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എം ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ലേഷനെയും എം വൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കെയിലിംഗ് റൊട്ടേഷനായിരിക്കും. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിലോട്ട് നമ്മൾ ട്രാൻസ്ലേഷൻ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഈ ഒരു മെട്രിക്സ് എന്തായിരിക്കും? ഇറ്റ്സ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ റൊട്ടേഷണൽ സ്കെയിലിംഗ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യും. പിവോട്ട് പോയിൻറ്റ്സിനെയോ അല്ലെങ്കിൽ ഫിക്സഡ് പോയിൻറ്റ്സിനെയോ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ജനറലൈസ്ഡ് മെട്രിക്സ് ഫോം എന്ന് പറയുന്നത് ഈ ഒരു ഫോമായിരുന്നു. Okay, then in order to produce a sequence of transformations such as scaling followed by rotation, then translation, etc., 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 first the coordinate positions are scaled, then scaled coordinates are rotated, finally the rotated coordinates are translated. That is, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചെയ്യേണ്ടി വരും. So the more efficient approach would be to combine the transformation metrics so that the final coordinate positions are directly applied. Final coordinate positions are directly obtained from the initial coordinates, thereby eliminating the calculation of intermediate coordinate values. മനസ്സിലായോ? നമുക്കൊരു സീക്വൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് റിസൾട്ടഡ് മെട്രിക്സ് ആക്കുക. ആ റിസൾട്ടഡ് മെട്രിക്സ് ആയിരിക്കും നമ്മുടെ ഇനിഷ്യൽ പോയിൻറ്റ്സിലോട്ട് ആഡ് ചെയ്യുന്നത് ഇൻറ്റു റിസൾട്ടഡ് മെട്രിക്സ് ഈക്വൽ ടു ഫൈനൽ പോയിൻറ്റ്സ്. ഫൈനൽ എല്ലാ ട്രാൻസ്ഫോർമേഷനും കഴിയുമ്പോൾ എന്താണോ പോയിൻറ്റ്, ആ പോയിൻറ്റ് തന്നെ നമുക്ക് കിട്ടും. For this, the two-dimensional geometric transformation matrix can be represented by a 3x3 matrices. This allows us to express all the transformation equations as matrix multiplication. ഓക്കെ, നമുക്ക് ഒന്നിൽ കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം 3x3 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ എല്ലാം കൂടെ മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. കിട്ടുന്ന റിസൾട്ടൻറ്റ് മെട്രിക്സ് ആയിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റിനകത്തോട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ഫൈനൽ പോയിൻറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു റെപ്രസെൻറ്റ് ഈച്ച് കോർഡിനേറ്റ് വാല്യൂസ് എക്സ് വൈ എച്ച്, എക്സ് എച്ച്, വൈ എച്ച് ആൻഡ് എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതിൽ എക്സ് എന്ന് പറയുന്നത് എക്സ് എച്ച് ബൈ എച്ചും വൈ എന്ന് പറയുന്നത് വൈ എച്ച് ബൈ എച്ചുമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എക്സിനെയും വൈനെയും നമ്മൾ എക്സ് എച്ച്, വൈ എച്ച്, എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇതിൽ എക്സ് എന്ന് പറയുന്നത് എക്സ് എച്ച് ബൈ എച്ചും ദെൻ വൈ ഈക്വൽ ടു വൈ എച്ച് ബൈ എച്ചുമാണ്, which is equal to xh equal to h dot x and yh equal to y dot h. Okay, that means ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ എക്സ് എച്ചും വൈ എച്ചും എന്ന് പറയുന്നത് എച്ച് ഡോട്ട് എക്സ് അല്ലെങ്കിൽ എച്ച് ഡോട്ട് എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. മനസ്സിലായോ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എക്സ് വൈനെ നമ്മൾ എക്സ് എച്ച്, എക്സ് വൈനെ എക്സ് എച്ച്, വൈ എച്ച്, എച്ച് എന്ന് കോർഡിനേറ്റ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അതിൽ നമുക്ക് എക്സ് എച്ച് ഈക്വേഷനിൽ നിന്നും വൈ എച്ച് ഈക്വേഷനിൽ നിന്നും കിട്ടുമ്പോൾ എക്സ് വൈനെ നമ്മൾ എച്ച് ഡോട്ട് എക്സ്, എച്ച് ഡോട്ട് വൈ, എച്ച് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതിൽ എച്ചിന് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എഴുതാം. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ എക്സ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താവും? എക്സ് എച്ച് ഈക്വൽസ് എക്സ് വൈ 1. അതായത് നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ എച്ചിൻ്റെ വാല്യൂ 1 യൂസ് ചെയ്യുവാണെങ്കിൽ ഓരോ എക്സ് വൈനെയും ഹോമോജിനസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അതേ വാല്യൂ തന്നെ യൂസ് ചെയ്തിട്ട് എക്സ് വൈൻ്റെ കൂടെ തേർഡ് വാല്യൂ ആയിട്ട് 1 കൊടുത്താൽ മതി.
ഓക്കെ, ഓരോ ഹോമോജനസ് കോർഡിനേറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് വൈ ഹോമോജനസ് കോർഡിനേറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതേ വാല്യൂ ഒരു 1 കൂടെ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്ലേഷൻ ആയാലും റൊട്ടേഷൻ ആയാലും സ്കെയിലിംഗ് ആയാലും അതിനെ 3/3 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രാൻസ്ലേഷൻ്റെ 3/3 മെട്രിക്സ് ആണിത്. 1/0 tx 0 1 ty 0 0 1. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് പി എന്ന് പറഞ്ഞൊരു പോയിൻറ്റ്, ആ പോയിൻറ്റിന് നമ്മൾ എക്സ് വൈ 1 കൊടുത്തു. ആ പോയിൻറ്റിലോട്ട് ട്രാൻസ്ലേഷൻ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, മൾട്ടിപ്ലിക്കേഷനാണ്. നമ്മൾ ട്രാൻസ്ലേഷൻ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്, സം അല്ല. നമ്മൾ ഫസ്റ്റ് പഠിച്ച ഓപ്പറേഷനിൽ സം ചെയ്യുമെന്ന് പറഞ്ഞു. 3/3 മെട്രിക്സിലായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ അഡീഷൻ ഒന്നുമില്ല, എല്ലാ കേസിലും മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. സോ ഈ ഫസ്റ്റ് ഓബ്ജക്റ്റിനകത്തോട്ട് പോയിൻറ്റിനകത്തോട്ട് ഈ മെട്രിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഡാഷ് വൈ ഡാഷ് 1 കിട്ടും. പി ഡാഷ് ഈക്വൽ ടു ടി ഇൻറ്റു ടി എക്സ് ടി വൈ പി. ഓക്കെ, ദെൻ ഫോർ റൊട്ടേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 3/3 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 0, സൈൻ തീറ്റ കോസ് തീറ്റ 0 0 0 1. സോ consider the object x, y, 1, then apply the rotation matrix 3/3 matrix and we got x dash y dash 1. Okay, then scaling in under matrix represent ചെയ്യുന്നത് x x 0 0 0 s y 0 0 0 1. ഒരു ഒബ്ജക്റ്റിലെ ഒരു പോയിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് വൈ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതിലോട്ട് നമ്മൾ സ്കെയിലിംഗ് മെട്രിക്സ് അപ്ലൈ ചെയ്ത് എക്സ് ഡാഷ് വൈ ഡാഷ് 1 ഡാഷ് കിട്ടും. ദാറ്റ് ഇസ് പി ഈക്വൽ ടു എസ് ഓഫ് എക്സ് 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 വൈ ഡോട്ട് പി. ഓക്കെ, സോ 3/3 മെട്രിക്സിൽ ട്രാൻസ്ലേഷൻ്റെ മെട്രിക്സ് 1 0 tx 0 1 ty 0 0 1. ദെൻ സ്കെയിലിങ്ങിൻ്റെ മെട്രിക്സ് എസ് എക്സ് 0 0 0 എക്സ് വൈ 0 0 0 1. ദെൻ റൊട്ടേഷൻ മെട്രിക്സ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 0 സൈൻ തീറ്റ കോസ് തീറ്റ 0 0 0 1. ഓക്കെ, അപ്പോൾ നമ്മളിനി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ ഒരു ട്രാൻസ്ലേഷൻ്റെ റൊട്ടേഷൻ്റെ സ്കെയിലിങ്ങിൻ്റെ എല്ലാം മെട്രിക്സ് ഇതുപോലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Okay, so what is a homogeneous coordinate system? Homogeneous coordinate system means we are representing each coordinate value x, y as x, h, y, h and h. ഇവിടെ നമ്മൾ എച്ചിന് യൂസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ഓരോ എക്സ് വൈന് നമ്മൾ എക്സ് എച്ച് 1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഓപ്പറേഷൻസ് നടക്കുമ്പോൾ നമ്മൾ റിസൾട്ടൻറ്റ് മെട്രിക്സ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. സോ അതിനു വേണ്ടി നമ്മൾ എല്ലാത്തിനെയും 3/3 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ദെൻ ആ 3/3 മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ടൻറ്റ് മെട്രിക്സ് ആയിരിക്കണം നമ്മൾ ഓബ്ജക്റ്റിനകത്തോട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.